ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LPUP എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഫിസിക്സിൻ്റെ മേഖലയിൽ അളവുകളും യൂണിറ്റുകളും എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് മുമ്പ് ചോദിച്ച ചോദ്യങ്ങളിലൂടെ നമുക്ക് നോക്കാം. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റാണ് കുളോം. കുളോം എന്നതാണ് വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ്. കാന്തശക്തിയുടെ യൂണിറ്റ് വെബർ. കാന്തശക്തിയുടെ യൂണിറ്റ് വെബർ എന്നാണ് PSC ഉത്തരസൂചിക പ്രകാരം പറയുന്നത്. ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റാണ് ഹെൻറി. ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റാണ് ഹെൻറി. ഈ 3 ചോദ്യം മുൻവർഷത്ത് ചോദിച്ചതാണ്. ഇനി അളവുകളും യൂണിറ്റുകളും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാന്ദ്രത അളക്കുന്ന യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ആണ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് സാന്ദ്രത അഥവാ ഡെൻസിറ്റി അളക്കാനുള്ള യൂണിറ്റ്. കിലോഗ്രാം മീറ്റർ ക്യൂബാണ് സാന്ദ്രത അഥവാ ഡെൻസിറ്റി അളക്കാനുള്ള യൂണിറ്റ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡാണ് ആക്കം അളക്കാനുള്ള യൂണിറ്റ്. മില്ലി ബാർ പെർ ഹെക്ടോ പാസ്കലാണ് അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള യൂണിറ്റ്. മില്ലി ബാർ പെർ ഹെക്ടോ പാസ്കലാണ് അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള യൂണിറ്റ്. വാട്ടാണ് പവറിൻ്റെ യൂണിറ്റ്, വാട്ടാണ്. ന്യൂട്ടൺ എന്നുള്ളത് വ്യാപക മർദ്ദത്തിൻ്റെ അഥവാ ത്രസ്റ്റിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. അപ്പോൾ ന്യൂട്ടൺ ഭാരത്തിൻ്റെ യൂണിറ്റും ന്യൂട്ടനാണ്. വ്യാപക മർദ്ദം അഥവാ ത്രസ്റ്റിൻ്റെ യൂണിറ്റ്, അപ്പോൾ വെയ്റ്റിൻ്റെയും ത്രസ്റ്റിൻ്റെയും യൂണിറ്റ് ന്യൂട്ടനാണ്. അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള യൂണിറ്റ് മില്ലി ബാർ പെർ ഹെക്ടോ പാസ്കലാണ്. അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള യൂണിറ്റ് മില്ലി ബാർ പെർ ഹെക്ടോ പാസ്കലാണ്. ആക്കം അളക്കാനുള്ള യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡാണ്. സാന്ദ്രത അഥവാ ഡെൻസിറ്റി അളക്കാനുള്ള യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ന്യൂട്ടൺ ഭാരം അളക്കുന്ന യൂണിറ്റും അതുപോലെ തന്നെ ത്രസ്റ്റ് അഥവാ വ്യാപക മർദ്ദം അളക്കാനുള്ള യൂണിറ്റുമാണ്. ഇനി വെബർ എന്നുള്ളത് കാന്തിക ഫ്ലക്സിൻ്റെ യൂണിറ്റാണ്. കാന്തിക ശക്തിയുടെ യൂണിറ്റ് വെബറാണ്. കാന്തിക ഫ്ലക്സിൻ്റെ യൂണിറ്റ് വെബറാണ്. ലെൻസിൻ്റെ പവർ ഡയോപ്റ്റർ ആണ്. ലെൻസിൻ്റെ പവർ ഡയോപ്റ്റർ D എന്ന് സൂചിപ്പിക്കുന്നു. ഇലൂമിനസ് ലെക്സ് അഥവാ LX എന്ന രീതിയിൽ സൂചിപ്പിക്കുന്നു. ഇലൂമിനസിൻ്റെ യൂണിറ്റ് ലെക്സ് അഥവാ LX എന്ന രീതിയിൽ സൂചിപ്പിക്കുന്നു. കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് ടെസ്ലയാണ്. കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രത ടെസ്ല. കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രത ടെസ്ലയാണ്. റേഡിയോ ആക്ടിവിറ്റി ക്യൂറി CI, ബെക്കുറൽ BQ എന്നിങ്ങനെ സൂചിപ്പിക്കുന്നു. റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റിനെ ക്യൂറി CI എന്ന് സൂചിപ്പിക്കുന്നു. ബെക്കുറൽ BQ എന്ന് സൂചിപ്പിക്കുന്നു. ലെൻസിൻ്റെ പവർ ഡയോപ്റ്റർ ആണ്. അന്തരീക്ഷ മർദ്ദം മില്ലി ബാർ പെർ ഹെക്ടോ പാസ്കലാണ്. പവർ വാട്ടാണ്. പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. വ്യാപക മർദ്ദം ന്യൂട്ടൺ N എന്ന് സൂചിപ്പിക്കുന്നു. വ്യാപക മർദ്ദം ന്യൂട്ടൺ N എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ വെയ്റ്റും N ആണ് അഥവാ ന്യൂട്ടൺ ആണ്. കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് സീമെൻസ് ആണ്. കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് സീമെൻസ് അഥവാ S എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ ബലത്തിൻ്റെ യൂണിറ്റും ന്യൂട്ടനാണ്. അപ്പോൾ ന്യൂട്ടൺ ബലം, ത്രസ്റ്റ് അഥവാ വ്യാപകമർദ്ദം, ഭാരം ഇതെല്ലാം ന്യൂട്ടനാണ് യൂണിറ്റ്. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കുളോമാണ്. C എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. വൈദ്യുത പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ഓം ആണ്. വൈദ്യുത പ്രതിരോധം ഓം എന്ന് സൂചിപ്പിക്കുന്നു. ഓം എന്ന അക്ഷരം. ദെൻ കണ്ടക്ടിവിറ്റി സീമെൻസ് പെർ മീറ്റർ ആണ്. കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് സീമെൻസ് അഥവാ S പെർ മീറ്റർ ആണ്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ് ആണ്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ് ആണ്. ആവൃത്തി ഹെഡ്സ് ആണ്. ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ് HZ എന്ന് സൂചിപ്പിക്കുന്നു. ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ഹെൻറി H എന്ന് സൂചിപ്പിക്കുന്നു. കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് സീമെൻസ് അഥവാ S സൂചിപ്പിക്കുന്നു. ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ഹെൻറി അഥവാ H സൂചിപ്പിക്കുന്നു.
പ്രവൃത്തി, ഊർജം, താപം ഇവയൊക്കെ അളക്കാൻ ജൂൾ അഥവാ ജെ ആണ് ഉപയോഗിക്കുന്നത്. ജൂൾ എന്ന യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ദെൻ കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ്, എഫ് എന്ന് സൂചിപ്പിക്കുന്നു. കപ്പാസിറ്റൻസ് യൂണിറ്റ് ഫാരഡ് അഥവാ എഫ് എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ അളവുകളും തൂക്കങ്ങളും നമുക്കൊന്നും കൂടി നോക്കാം. അതായത് ഭാരം, അതുപോലെ ത്രസ്റ്റ്, വ്യാപക മർദ്ദം, അതുപോലെ തന്നെ ബലം, ഇവയൊക്കെ സൂചിപ്പിക്കുന്നത് എൻ അഥവാ ന്യൂട്ടൺ എന്നുള്ളത് കൊണ്ടാണ്. ഇവയുടെയൊക്കെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. സാന്ദ്രത കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, ആക്കം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്, അതുപോലെ അന്തരീക്ഷ മർദ്ദം മില്ലിബാർ പെർ ഹെക്ടോ പാസ്കൽ, കാന്തിക ഫ്ലക്സ് വെബർ, ലെൻസിൻ്റെ പവർ ഡയോപ്റ്റർ ആണ്. റേഡിയോ ആക്ടിവിറ്റിക്ക് എന്താണ് യൂണിറ്റ്? ക്യൂറി അഥവാ ക്യാപിറ്റൽ ലെറ്റർ സി ആൻഡ് സ്മോൾ ലെറ്റർ ഐ, ക്യൂറി CI ആണ്. ബെക്വറൽ BQ. കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രത ടെസ്ലയാണ് കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രത. T. ലൂമിനസ് LX, ഇലൂമിനസിൻ്റെ യൂണിറ്റ് LX അഥവാ LX എന്നുള്ള രീതിയിൽ സൂചിപ്പിക്കുന്നു. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ് ആണ്. ബലം ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് സീമെൻസ്, അത് S എന്ന് സൂചിപ്പിക്കുന്നു. കണ്ടക്ടിവിറ്റി സീമെൻസ് പെർ മീറ്റർ ആണ് കണ്ടക്ടിവിറ്റി. ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ഹെൻറി. ആവർത്തി ഹെഡ്സ് ആണ്, HZ എന്ന് സൂചിപ്പിക്കുന്നു. മർദ്ദം പാസ്കലാണ്, മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കലാണ് PA. പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ട് ആണ്. തിളക്കം അഥവാ ലൂമിനൻസിൻ്റെ യൂണിറ്റ് കാൻഡില പെർ മീറ്റർ സ്ക്വയർ ആണ്. തിളക്കം അഥവാ ലൂമിനൻസിൻ്റെ യൂണിറ്റ് കാൻഡില പെർ മീറ്റർ സ്ക്വയർ ആണ്. ലൂമിനൻസ് ഫ്ലക്സ് ലൂമൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ലൂമിനൻസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ലൂമൻ ആണ്. ലൂമൻ. വൈദ്യുത ചാർജ് കുളോം. ഇനി അടിസ്ഥാനപരമായിട്ടുള്ള അളവുകളും അവയുടെ SI യൂണിറ്റുകളും എന്താണെന്ന് നോക്കാം. അപ്പോൾ പദാർത്ഥത്തിൻ്റെ അളവിനെ കാണിക്കുന്ന അടിസ്ഥാനപരമായ അളവ്, അതിൻ്റെ SI മോളാണ്. അടിസ്ഥാനപരമായ അളവുകളും അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ, അപ്പോൾ പദാർത്ഥത്തിൻ്റെ അളവിനെ കാണിക്കുന്ന എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അതിൻ്റെ പേരും എന്താണ്? മോളാണ്. അതിൻ്റെ പ്രതീകം, അതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം മോൾ, MOL എന്നുള്ള സ്മോൾ ലെറ്റർ അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പദാർത്ഥത്തിൻ്റെ അളവ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ മോൾ എന്ന് സൂചിപ്പിക്കുന്നു. മോൾ MOL എന്ന സ്മോൾ ലെറ്റർ ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. ഇനി പ്രകാശ തീവ്രതയുടെ SI അടിസ്ഥാന യൂണിറ്റ് നോക്കുമ്പോൾ അതിൻ്റെ പേര് ക്യാൻഡിലിൻ്റെ പ്രതീകമായിട്ട് ഉപയോഗിക്കുന്നത് CD എന്നാണ്. അതുപോലെ സമയം സെക്കൻഡ് S കൊണ്ട് സൂചിപ്പിക്കുന്നു. വൈദ്യുത പ്രവാഹം ഇലക്ട്രിക് കറൻറ്റ് എന്നുള്ളത് ആംപിയർ എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നു. ക്യാപിറ്റൽ ലെറ്റർ A കൊണ്ട് സൂചിപ്പിക്കുന്നു. ദെൻ താപനില ടെമ്പറേച്ചർ കെൽവിനാണ് അടിസ്ഥാന യൂണിറ്റ്, അത് K കൊണ്ട് സൂചിപ്പിക്കുന്നു. അതുപോലെ പിണ്ഡം കിലോഗ്രാം kg. ഇനി നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരത്തിൻ്റെ യൂണിറ്റ് പ്രകാശവർഷമാണ്. 2005 UP സ്കൂൾ അസിസ്റ്റൻ്റ് ക്വസ്റ്റ്യനാണ്. നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരത്തിൻ്റെ യൂണിറ്റ് പ്രകാശവർഷമാണ്. ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ആസ്ട്രോണമിക്കൽ യൂണിറ്റുകൾ, അതായത് പ്രകാശവർഷം, പാരാലാറ്റിക് സെക്കൻഡ്, പെർസെക്, PC എന്നീ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റുകൾ ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരമളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. പ്രകാശവർഷം ലൈറ്റ് ഇയർലി, അതുപോലെ തന്നെ പാരാലാറ്റിക് സെക്കൻഡ്, പാർസെക്, PC. അപ്പോൾ ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1.496 × 10⁻11 m ആണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1.496 ×
10⁻11 മീറ്റർ എന്നുള്ളതാണ്. ഒരു പാർസെക് എന്ന് പറഞ്ഞാൽ 3.086 ഇൻറ്റു 10⁻16 എന്നുള്ളതാണ്. ഒരു പാർസെക് എന്ന് പറഞ്ഞാൽ 3.086 ഇൻറ്റു 10⁻16 എന്നുള്ളതാണ്. ഇപ്പോൾ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം എന്ന് പറഞ്ഞാൽ ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റാണ്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം എന്ന് പറഞ്ഞാൽ ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റാണ്. അപ്പോൾ ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് 15 കോടി കിലോമീറ്ററാണ്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം എന്ന് പറഞ്ഞാൽ ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, അതായത് 15 കോടി കിലോമീറ്ററാണ്. അപ്പോൾ ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തെ പറയുന്ന പേരാണ് പ്രകാശവർഷം എന്നുള്ളത്. അപ്പോൾ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം പ്രസ്താവിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആസ്ട്രോണമിക്കൽ യൂണിറ്റാണ്. അപ്പോൾ ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തെ പ്രകാശവർഷം എന്ന് പറയുന്നു. ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ 9.46 ഇൻറ്റു 10⁻11 km ആണ്. 9.46 ഇൻറ്റു 10⁻11 km ആണ് ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരത്തിൻ്റെ യൂണിറ്റ് പ്രകാശവർഷത്തിലും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം, അതായത് സൂര്യനിലേക്കുള്ള ദൂരത്തിൻ്റെ യൂണിറ്റ് ആസ്ട്രോണമിക്കൽ യൂണിറ്റിലുമാണ് കാണുന്നത്. ഭൂമിയുടെ ഭ്രമണ പഥത്തിൻ്റെ ശരാശരി ആരം ചാപത്തിൻ്റെ 1 സെക്കൻഡ് എന്ന കോണിൽ രൂപപ്പെടുത്തുന്ന അകലത്തെയാണ് നമ്മൾ പാർസെക് എന്ന് പറയുക. അപ്പോൾ ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാനാണ് പാർസെക് യൂസ് ചെയ്യുന്നത്. നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം അളക്കാൻ പ്രകാശവർഷം, സൂര്യനിലേക്കുള്ള ദൂരം അളക്കാൻ ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, അതുപോലെ ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാൻ പാർസെക് ഉപയോഗിക്കുന്നു. ഒരു പാർസെക് എന്ന് പറഞ്ഞാൽ 3.26 പ്രകാശവർഷമാണ്. 3.26 പ്രകാശവർഷമാണ്. അപ്പോൾ ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ 9.46 ഇൻറ്റു 10⁻12 km ആണ്. അപ്പോൾ ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗത 3 ഇൻറ്റു 10⁻8 മീറ്റർ/സെക്കൻഡ് ആണ്. ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗത 3 ഇൻറ്റു 10⁻8 മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന സദിശ അളവേത്, അതായത് ദിശയുള്ള അളവ് അല്ലേ, ആക്കമാണ്. അതായത് ആക്കം ഒരു സദിശ അളവാണ്. ഇനി എന്താണ് സദിശ അളവുകളും അദിശ അളവുകളും നോക്കാം. പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് വയ്ക്കുന്ന അളവുകളെ സദിശ അളവുകൾ അഥവാ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയും. പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് വയ്ക്കുന്ന അളവുകളെയാണ് എന്ത് പറയുക, സദിശ അളവുകൾ എന്ന് പറയുക. അപ്പം പ്രവേഗം, സ്ഥാനാന്തരണം, ബലം, ആക്കം, ത്വരണം, ഇതൊക്കെ സദിശ അളവുകളാണ്. പ്രവേഗം, സ്ഥാനാന്തരണം, ആക്കം, ബലം, ത്വരണം, ഇതൊക്കെ സദിശ അളവുകളാണ്. അതായത് പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് വയ്ക്കുന്ന അളവുകളെയാണ് സദിശ അളവുകൾ എന്ന് പറയുക. അദിശ അളവുകൾ എന്ന് പറഞ്ഞാൽ പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് പറയാത്ത അളവുകൾ, അതായത് സമയം, പിണ്ഡം, ദൂരം, വിസ്തീർണം, അതുപോലെ പവർ, ഊർജം, സാന്ദ്രത, വേഗത, പ്രവൃത്തി, വ്യാപ്തം, ഇവയൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് പറയുന്നില്ല, അതിൻ്റെ ദിശയും കൂടി ചേർത്ത് പറയുന്നില്ല. അപ്പോൾ പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് പറയുന്ന അളവുകൾ സദിശ അളവുകൾ അഥവാ വെക്റ്റർ ക്വാണ്ടിറ്റി. പ്രവേഗം, ത്വരണം, സ്ഥാനാന്തരണം, ആക്കം, ബലം, ഇവയൊക്കെ എന്താണ്, സദിശ അളവുകളാണ്. സമയം, പിണ്ഡം, ദൂരം, വിസ്തീർണം, പവർ, ഊർജം, സാന്ദ്രത, വ്യാപ്തം, പ്രവൃത്തി, വേഗത, ഇതൊക്കെ തന്നെ എന്താണ്, പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് പറയാത്ത അളവുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ അദിശ അളവുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി നമുക്ക് ചലനത്തെക്കുറിച്ചും ചലന സമവാക്യങ്ങളെക്കുറിച്ചുമുള്ള വീഡിയോയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.